നമസ്കാരം, ഞാൻ ദിനേഷ് സൗവർണിക. ഇന്ന് പറയുന്നത് നമ്മളുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പൊട്ടാഷ് വളങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ പറയുമ്പോൾ അത് കൂടുതൽ അടിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ചോദ്യമായിരുന്നു. അപ്പൊ അതിന്റെ കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത് കേട്ടോ. അതായത് പൊട്ടാഷ് വളങ്ങൾ കൊടുക്കാം, പക്ഷെ നമ്മൾക്ക് സാധാരണ ഒരു ചെടി വളർന്നു വരുന്ന സമയത്ത് പൊട്ടാഷ് വളങ്ങൾ കൊടുത്താൽ മുരടിച്ച പോലെയാവും. അപ്പൊ നമ്മൾ വളരാൻ വേണ്ടിയിട്ട് മറ്റു നൈട്രജൻ വളങ്ങളൊക്കെ കൊടുക്കുക. അതിന്റെ പുറമെ നമ്മൾ പൊട്ടാഷ് വളങ്ങൾ, ഇപ്പൊ ഞാനൊക്കെ ഈ എക്സിബിഷൻ പോലുള്ള പരിപാടികളൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് ചെടികൾക്ക് നൈട്രജൻ കണ്ടന്റുള്ള വളങ്ങൾ കൊടുത്തതിന്റെ പുറമെ പൊട്ടാഷ് കണ്ടന്റ് കൂടിയ വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചെടീന്റെ മേലെ ധാരാളം പൂ വരും, ധാരാളം മൊട്ട് വരും, പൂവൊക്കെ ആയി വിരിയും. പക്ഷെ നമ്മൾ ഈ ഒരു എക്സിബിഷന് വേണ്ടി ചെയ്യുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം, അതായത് ഇന്ന ദിവസത്തേക്ക് പൂടണമെന്ന് കണക്കാക്കിയിട്ട് ചെയ്യണം. അതല്ലാതെ വെറുതെ പൊട്ടാഷ് വളങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു പോവുകയാണെങ്കിൽ പൂവിടുന്നതിന്റെ പുറമെ ഇതിന്റെ സെല്ലൊക്കെ ഒന്ന് ഹാർഡാവും, കൊമ്പൊക്കെ ഹാർഡാവും, ഇലകൾ ബലം വെക്കും, കട്ടി കൂടും, പിന്നെ കുറച്ച് ചുരുണ്ട പോലെ ഒരു അവസ്ഥയിലേക്ക് പോകും ബലം വെച്ചിട്ട്. അപ്പോൾ ചിലപ്പോൾ ഫോട്ടോസിന്തസിസ് കുറച്ച് കുറയും. അപ്പോൾ ചെടിക്ക് സ്വാഭാവിക ആഹാരം സൂര്യപ്രകാശത്തിന് വലിക്കുന്നതൊക്കെ കുറയും. ഇതാണ് സാധാരണ കേസിൽ സംഭവിക്കുക. അപ്പോൾ പൊട്ടാഷ് വളങ്ങൾ കൊടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ എക്സിബിഷൻ പോലുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കുറച്ച് വളം നൈട്രജനൊക്കെ കൊടുത്ത് പിന്നെ ഒരു മാസം 1.5 മാസത്തോട് അടുപ്പിച്ച് ഇടവിട്ട് പൊട്ടാഷ് വളങ്ങൾ ഇങ്ങനെ കയറ്റി കൊടുക്കും. അതിന്റെ ഒപ്പം ഇടയിൽ നൈട്രജനും കൊടുക്കും, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതോ അല്ലെങ്കിൽ നൈട്രജനോ DAP ഒക്കെ കൊടുക്കും. അപ്പൊ ഈ പൊട്ടാഷ് വളങ്ങൾ നല്ല കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇലയം അത് അറിയാൻ പറ്റും. ഇല കൊഴിയുന്ന സമയത്താണെങ്കിൽ ഇല കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുകുളം വിടരാതെ നിൽക്കും, അങ്ങനെ തന്നെ ബലം വെച്ച് നിൽക്കും. അപ്പൊ നമുക്ക് അത് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇലയൊക്കെ നല്ല ബലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് ആ കൊമ്പിന്റെ അറ്റത്ത് നിന്ന് അഗ്രമുകുളങ്ങളുടെ ഉള്ളിൽ നിന്ന് മുട്ട ഇങ്ങോട്ട് വിരിയാൻ വരെ താമസം എടുക്കും. അപ്പൊ ചില ആൾക്കാർ പറയേണ്ടത് പേനിന്റെ ശല്യം കൊണ്ട് ആവാം, പക്ഷെ അല്ലാത്തൊരു സാധ്യത പൊട്ടാഷ് കൂടിയല്ല. പൊട്ടാഷ് വളരെ നല്ലതാ, ചെടിക്ക് പൂടാനും മറ്റുള്ള പ്രവർത്തനത്തിനൊക്കെ വളരെ നല്ല സാധനം. അപ്പൊ ഇതിലൊക്കെ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുന്നില്ല, ഇപ്പൊ ഇതിലെ പൂക്കളൊക്കെ ഇത്രയും ക്ലിയർ ആയിട്ട് നല്ല കളറിൽ നിൽക്കുന്നത് പൊട്ടാഷും മൈക്രോന്യൂട്രിയൻസും കൂടിയിട്ടാണ്. അപ്പൊ പൊട്ടാഷ് വേണം, വേണ്ടെന്നല്ല, പക്ഷെ അത് ആവശ്യമായ തോതിൽ കൊടുക്കുക എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഈ ചാനലിൽ കൃത്യമായ അറിവുകൾ പറയുന്നുണ്ട്. ആദ്യം ഏത് വളം കൊടുക്കണം, എന്തൊക്കെ കൊടുക്കുക. ഇനി പൊട്ടാഷ് വളങ്ങൾ കണ്ടമാനം കൂടിയെന്ന് കരുതുക, മണ്ണിലും അതുപോലെ ഇലയിലൊക്കെ കൂടുതൽ കൊടുത്തു വരിക. മണ്ണിൽ പൊട്ടാഷ് വളങ്ങൾ കൂടി വന്നാൽ പിന്നെ ഒരു വളവും വലിക്കാൻ, അതങ്ങനെയാണ്, ഏത് വളം കൂടിയാലും മറ്റു വളങ്ങൾ വലിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുണ്ടാവരുത്. ഒരു എന്താ പറയുക, കൃത്യമായ രീതി, അത് നമ്മൾ ചാനലിൽ ഇങ്ങനെ കൊടുക്കണം. ഏത് വളം എപ്പോ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് ഉണ്ടോ. അപ്പൊ അത് അതേപോലെ തന്നെ ചെയ്യുക. പിന്നെ അതുകൂടാതെ ഈ ചെടികളിൽ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാല്, ഇനി മൾട്ടി ഗ്രാഫ്റ്റ് പ്ലാന്റുകൾ ചെയ്യണം ഇവിടെ. ഈ മൾട്ടിഗ്രാഫ്റ്റ് പ്ലാന്റുകൾ ഒരു ചെടിയുമ്പോൾ 3 കളർ, 4, 5, 10 കളർ വരെയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏത് റേഞ്ചിലാണ് ഞാൻ പറഞ്ഞു, സാധാരണ ഇവിടെ ചെറിയ ചെടി കൊടുക്കുന്നത്, ചെറുതല്ല അത്യാവശ്യം വലുത് കൊടുക്കുന്നത് 275, 300, കുറച്ച് ചെറുതാണെങ്കിൽ 250. ചെറുത് ഞങ്ങൾ ചെയ്ത് മറ്റുള്ളവരായിട്ട് മത്സരിക്കാനില്ല. കാരണം ഞങ്ങൾ ചെയ്യുന്നത് വലിയ ചെടികൾ, ഈ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെടികളാണ്. അപ്പൊ അങ്ങനത്തെ ചെടികൾ വേണമെന്നുള്ളവര് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം, ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ബുക്ക് ചെയ്യുക കേട്ടോ. ബുക്ക് ചെയ്ത് വെച്ചാൽ നമ്മളിവിടെ എഴുതി വെക്കും. അപ്പോൾ ഏതെങ്കിലും ചെടി സെറ്റ് ആവുമ്പോൾ അറിയിക്കും. പല കളർ മിക്സ് ആയിട്ടാണ് വരും, ഒരു ചെടിയുമേ കുറെ കളർ മിക്സ് ആക്കിയിട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ എന്താ അറിയോ, ഞാൻ അങ്ങനെ ഈ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ ആകുമ്പോൾ കുറെ ചെടി പരിപാലിക്കുന്നതിന് പകരം ഒരു ചെടി ആകുമ്പോൾ പരിപാലിക്കാൻ എളുപ്പമാണ്. ഇനി അഥവാ മഴയത്ത് നീക്കി ഒരു ചട്ടി വെച്ചാൽ മതി, അതിൽ അത്രയും കളർ വരും. അപ്പോൾ അങ്ങനത്തെ ചെടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ കേട്ടോ. പേര് നിങ്ങൾ ഫോൺ ചെയ്യുക, അതേപോലെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അറിയിക്കുന്നത്. അതുപോലെ നാളെ ഒരു ന്യൂ ഇയർ ഓഫർ ഉണ്ടായിരിക്കും. ആ ഓഫർ കൂടി നിങ്ങളൊന്ന് കാണുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗ്യമുള്ള ആൾക്ക് വലിയൊരു ചെടി കിട്ടും. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിനെ പറ്റി അവരോട് പറയുക. അതുപോലെ കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു.